നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ 1000 വിഷു ആശംസകൾ. 2026 നമ്മളുടെ വിഷു ഏറ്റവും ഹാപ്പിനെസ്സോടുകൂടി തന്നെ നിങ്ങളെല്ലാവരും ആഘോഷിക്കണം. ജീവിതത്തിൽ ഒരു പുതിയ കാൽവയ്പ്പായിരിക്കണം ഇന്നത്തെ ദിവസം. ഇന്നു മുതൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കണം. ഇന്നു മുതൽ അടുത്ത വിഷു ആകുമ്പോഴത്തേനും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പൂർത്തീകരിക്കണമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ അഫർമേഷൻസ് എഴുതുക. നിങ്ങളുടെ അഫർമേഷൻസുകൾ എഴുതി നിങ്ങൾ വെച്ചേരെ നിങ്ങൾ അടുത്ത വിഷു ആകുമ്പോഴത്തേനും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിൽ വന്ന് ചേർന്നിരിക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ റീഡിങ്സാണ്. വിഷു ഫലമാണ് നമ്മളിന്ന് നോക്കുന്നത്. ജീവിതത്തിൽ എന്താവണം, എങ്ങനെ ആയിരിക്കണം, എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം, ഏതാണ് നിങ്ങളുടെ മേഖല, ഇതെല്ലാം നമ്മൾക്ക് ഇന്നത്തെ റീഡിങ്സിലൊന്ന് പരിശോധിച്ച് നോക്കാം. കൂടാതെ തന്നെ കമൻ്റായിട്ട് അഫർമേഷൻസ് എഴുതുക. അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. ഇന്ന് എന്തു പ്രശ്നത്തെയും ഹാപ്പി എനർജിയോടുകൂടി തന്നെ കാണുക. ഇന്നെല്ലാം നിങ്ങൾക്ക് പോസിറ്റീവ് മാത്രമായിരിക്കും. പ്രതീക്ഷിക്കാത്ത പല കൂടിച്ചേരലുകൾ, സന്തോഷങ്ങൾ ഒക്കെ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. മാത്രവുമല്ല ഏറ്റവും മനോഹരവും ഏറ്റവും സുന്ദരവുമായൊരു നിമിഷങ്ങളും ദിവസവുമായിരിക്കും ഇന്ന് എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ലഭിക്കാൻ പോകുന്നത്. ഇന്ന് സാമ്പത്തിക ഭദ്രതയും ഐക്യവും ഹാപ്പിനെസ്സും എല്ലാം അടങ്ങിയ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയൊക്കെ ഏറ്റവും പവർഫുള്ളായിട്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് എൻ്റെ മനസ്സുകൊണ്ട്, എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ എനർജിയിലൂടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് തന്നെ 6 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. ഇന്ന് നിങ്ങൾ എന്ത് കാര്യങ്ങളും വളരെ പവർഫുള്ളായിട്ടും ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ തീരുമാനങ്ങൾ എടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ഇന്നത്തെ ദിവസം നിസ്സാരവൽക്കരിച്ച് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ചേർത്തു പിടിക്കേണ്ട ബന്ധങ്ങളെ തിരിച്ചറിയുകയും അതിനെ ഏറ്റവും പവർഫുള്ളായിട്ട് നിങ്ങൾ ചേർത്ത് പിടിക്കുകയും ചെയ്യും. നിങ്ങളുടെ കുറവുകളെ നിങ്ങൾ ഇനി നോക്കത്തേയില്ല. നിങ്ങളുടെ കുറവുകളൊന്നും നിങ്ങളിനി അറിയുകയില്ല. ഇനി നിങ്ങളുടെ കഴിവിലേക്ക് നിങ്ങൾക്ക് എത്രത്തോളം സ്കിൽസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുകയും നിങ്ങൾക്കിന്ന് അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന കോൺഫ്ലിക്റ്റുകൾ, പ്രശ്നക്കാർ എല്ലാം ഈ ഒരു എനർജി, ഈ ഒരു ദിവസത്തെ എനർജിയോടുകൂടി അവസാനിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം ഒരു പുതിയ സിറ്റുവേഷൻസിലേക്ക് മാറുന്നു. നിങ്ങൾ ദൃഢനിശ്ചയത്തോടു കൂടി ഇന്നത്തെ ദിവസം ചില തീരുമാനങ്ങൾ എടുക്കുന്നു. നിങ്ങൾ ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ടേക്ക് ട്രാവലിംഗ് ചെയ്യുന്നു. പ്രതിസന്ധികളെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ വളരെ സേഫായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചില ബന്ധങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തത ലഭിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ്, എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിലനിന്നിരുന്ന ചില ഇടങ്ങളെക്കുറിച്ച്, അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ശൂന്യത അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസ്, അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ ആ ഒരു സിറ്റുവേഷൻസും അവിടെ സംഭവിച്ച ചില കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് നിങ്ങൾക്കത് മായ്ച്ച് കളയാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ആ സിറ്റുവേഷൻസ്, പെയിൻഫുള്ളായ ചില സിറ്റുവേഷൻസുകളിൽ ലഭിച്ച ചില ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാറിപ്പോകാനായിട്ട് സാധിക്കുന്നു. അതിനൊരു ദൃഢനിശ്ചയം, ആ ഒരു ബോധം നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ ഒഴിഞ്ഞു മാറാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ഇന്നൊരു ട്രാവലിംഗ് ഉണ്ട് കേട്ടോ. എല്ലാവരോടും ഒത്തൊരുമിച്ചൊരു ട്രാവലിംഗ് പ്രസൻസ് കാണുന്നുണ്ട്. സന്തോഷകരമാകുന്ന, അതായത് എല്ലാ ടെൻഷനെയൊക്കെ മറന്ന് എല്ലാം ഒന്ന് മാറ്റി വെച്ച് വളരെയധികം ഊർജ്ജസ്വലതയോടുകൂടി ഉള്ള ഒരു ഐക്യത്തോടു കൂടിയ ഒരു യാത്രാ എനർജിയും ചിലരുടെ സിറ്റുവേഷൻസിൽ കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് ആണ് കേട്ടോ. നിങ്ങൾ ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ചില കാര്യങ്ങൾ, ഇമോഷണൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങ് പുറത്തെടുക്കുന്നതായിട്ടാണ് ഇന്ന് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ഒരു
സക്സസ് ആണ്, ഒരു സെക്കൻഡ് ചാൻസ് ആണ്. നിങ്ങൾക്ക് ഇന്നൊരു ചാൻസ് ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില സിറ്റുവേഷൻസുകളെ ബേസ് ചെയ്ത്. അത് നിങ്ങളുടെ കരിയർ മേഖലയായിക്കോട്ടെ, അതല്ല എങ്കിൽ ബന്ധങ്ങളിലായിക്കോട്ടെ, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്തംഭിച്ച് നിന്ന ഇടങ്ങളായിക്കോട്ടെ, സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ വ്യക്തതയോടു കൂടിയുള്ള ചില ആക്ഷൻസുകൾ ഇന്ന് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ടോക്സിക് ആയിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ മുറുകെ പിടിച്ചിരുന്ന, വിട്ടുകളയാൻ തോന്നാതിരുന്ന ചില കാര്യങ്ങളെ നിങ്ങൾക്ക് വിട്ടുകളയാനും പറ്റുന്നുണ്ട്. എന്താണ്, എങ്ങനെയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എനർജി നോക്കുമ്പം തിരിച്ചറിവാണ്. വളരെ വ്യക്തമാകുന്ന ചില തിരിച്ചറിവുകളുടെ ഒരു സമയമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പല കാര്യങ്ങളെയും പല വ്യക്തികളെയും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എവിടെയാണ് നിന്നിരുന്നത്, അവിടെ നിന്നിട്ട് എന്തായിരുന്നു പ്രയോജനം, എനിക്ക് എന്ത് വാല്യൂ ആണ് ഇത്രയും കാലം കൊണ്ട് ലഭിച്ചത് എന്നുള്ളതെല്ലാം ഇന്ന് വളരെ ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു സ്തംഭന അവസ്ഥയിൽ നിന്നും നിങ്ങളൊന്ന് പുറത്ത് കടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അതായത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങളിലേക്ക്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലൊന്ന് ആക്ഷൻ എടുക്കണമെന്നുള്ളൊരു ചിന്തയിലേക്ക് ഒക്കെ നിങ്ങളെ ഇന്ന് മാറ്റി കൊണ്ടുവരുന്ന ഒരു സാഹചര്യം. അതായത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വിധിയുടെ ചേഞ്ചിങ് ആണ്. നിങ്ങളുടെ കറൻറ്റ് സമയം മാറുന്നു. ഇത്രയും നാളത്തെ പോലെയല്ല ഇനി മുന്നോട്ടേക്കെന്നുള്ള ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾ വിജയം ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ വിജയം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു. നിങ്ങൾ ചില കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ആ സിറ്റുവേഷൻസിനെയൊക്കെ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നു എന്ന സാഹചര്യമാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഇന്നലെയൊക്കെ കുറച്ച് സ്ട്രെസ് എനർജിയിലൂടെ ഒരു 3-4 കാര്യത്തെ കണക്റ്റ് ചെയ്ത് നിങ്ങൾ ഒരു പക്ഷേ ആരോടെങ്കിലും ഹൈഡ് ചെയ്യുന്നതായിരിക്കാം. പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ, വളരെയധികം ഓവർ തിങ്കിങ്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പകച്ച ഒരവസ്ഥ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ, ഒരു ശക്തമാകുന്ന ഒരു സ്ട്രെസ് എനർജി ഇന്നലെ നിങ്ങൾ അനുഭവിച്ചിരുന്നു. നിങ്ങൾക്കതൊരു ഭയം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. നിങ്ങൾക്കൊരു റിലാക്സ്, ഒരു സമാധാനമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലൂടെ ഇന്നലെ കടന്നുപോയി. ഒന്ന് സ്വസ്ഥത എന്ന് ലഭിക്കും, എന്നാണ് ഒരു സമാധാനമുള്ളത്, എന്നാണ് പ്രശ്നങ്ങൾക്ക് നല്ലൊരു സൊല്യൂഷൻ, കറക്റ്റായൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്ന എന്നൊക്കെ നിങ്ങളിങ്ങനെ ആഴത്തിൽ ചിന്തിച്ച ഒരു ദിവസമാണ്. എങ്ങനെയാണ് പ്രശ്നങ്ങളിൽ നിന്നൊന്ന് പുറത്ത് കടക്കുക എന്നൊക്കെ ഇന്നലത്തെ ദിവസം നൈറ്റ് നിങ്ങൾ വളരെയധികം ചിന്തിച്ചു. ഒരു പക്ഷേ കുറ്റപ്പെടുത്തുന്നവരുടെ ഒരു ചുറ്റുപാടിലായിരിക്കാം നിങ്ങളുടെ ലൈഫ് നിലനിൽക്കപ്പെട്ടിരിക്കുന്നത്. സപ്പോർട്ട് ചെയ്യാതെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആളുകളോടൊപ്പമുള്ള ജീവിതമാണ് ലൈഫിൽ ഏറ്റവും ദുരന്തം അല്ലെങ്കിൽ ദുരിതം നിറഞ്ഞതെന്നുള്ളതാണ് നിങ്ങൾ ഇന്നലെ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം എവിടെയാണ് സമാധാനം, എന്താണ് അതിനുവേണ്ടി ചെയ്യേണ്ടത്, ഓരോ പ്രശ്നങ്ങളെയും എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം, നിങ്ങളുടെ സമയം ഇപ്പോൾ കാർമിക് എനർജിയിലാണ് കുറച്ച് ആളുകളുടെ സിറ്റുവേഷൻസ് പോകുന്നത് കേട്ടോ. ഏകദേശം നമുക്ക് അതിൻ്റെ ഒരു എനർജി നോക്കുമ്പോൾ ഒരു മാർച്ച് മാസത്തിൻ്റെ എനർജിയൊക്കെ അവിടെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. ഒരു കാർമിക്, അതായത് നല്ലതും ചീത്തയുമാകുന്ന പല കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സമയമായിരുന്നു. ആ ഒരു സമയം ഇപ്പം അവസാനിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ സമയം മാറുകയാണ്. അപ്പം നിങ്ങൾ ഇത്ര കാലവും അനുഭവിച്ച കുറ്റപ്പെടുത്തലുകളും മറ്റുള്ളവരുടെ ഓവറായിട്ടുള്ള കൺട്രോളിങ്ങും തരംതാത്തലുകളും ഒരുപാട് പ്രശ്നങ്ങളെ, ഒന്നിലധികം പ്രശ്നങ്ങളെ നിങ്ങൾ ഡീൽ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഇതെല്ലാം നിങ്ങളുടെ കാർമിക്ക്, നിങ്ങളുടെ സമയത്തിൻ്റെ മൂൺ എനർജിയുടെ നെഗറ്റീവ് ഫലമായിട്ട് നിങ്ങൾ അനുഭവിച്ചതാണ്. അതായത് നല്ലതാണെന്ന് ചിന്തിക്കുന്നതെല്ലാം നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഫലമെന്ന് പറയുന്നത് നെഗറ്റീവാണ്. നിങ്ങളുടെ തോളോട് തോള് ചേർന്ന് നിന്നവർ, നിങ്ങളെ ഹാപ്പിനെസ്, സന്തോഷവും തമാശയൊക്കെ പറഞ്ഞ് നിങ്ങളോടൊപ്പം നിന്ന വ്യക്തി ബന്ധങ്ങൾ എല്ലാം നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റായ കാർമിക് ബന്ധങ്ങളായിരുന്നു കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് ചെന്നു ചേരുന്നതെല്ലാം കാർമിക് സിറ്റുവേഷൻസ്, കാർമിക് റിലേഷൻഷിപ്പുകളിലായിരുന്നു.
അതായത് നമ്മളൊരു വഴിയിൽ വെച്ചൊരു വ്യക്തിയെ കണ്ടാൽ പോലും നമ്മളോട് ശത്രുഭാവത്തിൽ പെരുമാറുന്ന, അല്ലെങ്കിൽ നമ്മളെ മോശമാക്കാൻ തീരുമാനിക്കുന്ന, നമ്മളോട് പുച്ഛഭാവമുള്ള ചില സിറ്റുവേഷൻസുകൾ നമ്മളുണ്ടാകും. നമ്മളവരെ അറിയില്ല, അവർ നമ്മളെ അറിയില്ലെങ്കിൽ പോലും. എന്ന് പറഞ്ഞതുപോലെ ഒരു കാർമിക്കാകുന്ന സിറ്റുവേഷൻസിൻ്റെ എനർജിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. ആ ഒരു സിറ്റുവേഷൻസിന് എൻഡിങ് ആവുകയാണ് കേട്ടോ, ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനും പോകാനുമൊക്കെ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. ചെറിയൊരു കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളൊക്കെ വന്നാൽ തന്നെ നിങ്ങൾ ആ സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ലവേഴ്സ് എനർജി വന്നിട്ടുണ്ട്. ഐക്യം, സമാധാനം, സന്തോഷം, സമൃദ്ധി ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. തകർന്നു പോയ, അതായത് മിണ്ടും എടുക്കും ഒന്നും ചെയ്യാണ്ടിരുന്ന, അകലം പാലിച്ചിരുന്ന ഭാര്യ-ഭർതൃ ബന്ധത്തിലൊക്കെ, ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഇന്നൊരു വല്ലാതെ ഒരു അടുപ്പവും സ്നേഹവും എല്ലാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പ്രണയിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ സുഖം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന, അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയായിട്ടാണ് നമുക്ക് ചില എനർജികളിൽ ഇത് കാണാൻ സാധിക്കുന്നത്. ഡിലേ ആണ്, ഇൻഡിസിഷൻ എടുക്കാൻ, അതായത് ഒരു സ്റ്റക്കായിട്ട് നിന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്കിനി മാറ്റം വരുന്നു എന്നാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾ അകന്ന് നിന്നവരൊക്കെ ആണെങ്കിൽ വിളിക്കുകയും സംസാരിക്കുകയും മെസ്സേജായിട്ടൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അതുപോലെ 3 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പാസ്റ്റിൽ ചില വ്യക്തികളുടെ പ്രസൻസ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. ചിലരുടെ ഒരു കോളും മെസ്സേജ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളെ അറിയാൻ ശ്രമിക്കുന്നു. പാസ്റ്റിലെ ഒരു പ്രണയം, ഒരു സ്നേഹം നിങ്ങളെക്കുറിച്ച് മറ്റാരോടേക്കും അന്വേഷിച്ച് അറിയുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസിലൊക്കെ ഉള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില വ്യക്തികൾ ഒരു പക്ഷേ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് മാറി നിൽക്കുന്നുണ്ട്. എന്നാലും നിങ്ങളെ വാച്ചിങ് ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്നൊക്കെയുള്ള ഒരു അന്വേഷണം, മറ്റാരോടൊക്കെയോ നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചറിയുന്നതായിട്ടുള്ള സിറ്റുവേഷൻസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇമോഷണൽ അബണ്ടൻസ് ആണ് കേട്ടോ. കാരണം ഇച്ചിരി ദേഷ്യവും വാശിയും ഇച്ചിരി എന്താ പറയുക, ഒരു നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസൊക്കെ ഉള്ള വ്യക്തികളെ സംബന്ധിച്ച് നമുക്കിന്ന് അവരൊക്കെ വളരെ റിലാക്സ് ആയിട്ട് എല്ലാ കാര്യങ്ങളിലും കണക്റ്റഡ് ആകുന്നു. ഒരു എന്താ പറയുക, ഒരു ഇമോഷണൽ അബണ്ടൻസ്, സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. ശത്രുഭാവത്തിൽ നിന്നവർ പോലും ഇന്നത്തെ ദിവസം തൊട്ട് നിങ്ങളോട് മിത്രഭാവത്തിലേക്ക് വരുന്നുണ്ട്. അതായത് നിങ്ങളിൽ നെഗറ്റീവ് മാത്രം കണ്ടിരുന്ന, നിങ്ങളെ മാറ്റുകയും നിർത്തുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്ന വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഇനി മുന്നോട്ടേക്ക് ഈ ഒരു വിഷുഫലമെന്ന് പറയുന്നത് നിങ്ങളോട് ശത്രുത വെച്ച് നിന്നവരെല്ലാം പരാജയം സമ്മതിക്കുന്നു. നിങ്ങൾക്ക് നേരെ ശത്രുഭാവത്തിൽ നിങ്ങൾക്കെതിരെ ഫൈറ്റിംഗ് ചെയ്തവർ, നിങ്ങൾക്ക് നേരെ പല രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിച്ചവരെല്ലാം നിങ്ങളെ സ്നേഹത്തോടുകൂടി, ഇമോഷണൽ എനർജിയോടുകൂടി നോക്കിക്കാണേണ്ടി വരുന്നു. നിങ്ങളുടെ വിജയത്തിലേക്ക് ഇനി അവർ അത്ഭുതത്തോടുകൂടി പകച്ച് നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസും കാണുന്നുണ്ട്. ഇമോഷണൽ അബണ്ടൻസിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളെയൊക്കെ നെഗറ്റീവ് മാത്രം നൽകിയിരുന്ന വ്യക്തികളിൽ നിന്നും നിങ്ങൾക്കിനി ഇമോഷണലി കണക്ഷൻസ്, ആ ഒരു ഇമോഷണൽ ബാലൻസ്, ഇമോഷണൽ പരമാകുന്ന ചില സിറ്റുവേഷൻസുകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കാണുന്നത്. ജഡ്ജ്മെൻറ്റിങ് ലഭിക്കുകയാണ്. നിങ്ങളെ വരിഞ്ഞു മുറുക്കി വെച്ചിരുന്ന ഓരോ പ്രശ്നങ്ങളും നിങ്ങൾക്ക് അത് ജഡ്ജ്മെൻറ്റായിട്ട് ന്യായമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്ന, അതായത് നിങ്ങളെ ഇരയാക്കിയിടാം, നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തിയിടാം, നിങ്ങളുടെ ചിന്തകളിൽ എപ്പോഴും പെയിൻ എനർജി നിറച്ച സിറ്റുവേഷൻസുകളെല്ലാം അവസാനിച്ച് കേട്ടോ. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായിട്ട് നിന്നിരുന്നുവെങ്കിൽ അതെല്ലാം നിങ്ങളിൽ നിന്നും വിട്ടുമാറി നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ്, ന്യായം ലഭിക്കുന്ന, അതായത് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അത് നന്മയാണെങ്കിൽ അത് നന്മയായിട്ട് നിങ്ങളിലേക്ക് വരുന്നു. അതിൽ തിന്മയുണ്ടെങ്കിൽ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. അപ്പം നാം എന്താണോ ചെയ്യുന്നത് അത് നമ്മളെ തേടി വരുമെന്നുള്ളത് എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കുക. അതുപോലെ തന്നെ 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ വിട്ടുപോയ ചില വ്യക്തികൾ നിങ്ങളെ കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലുമൊക്കെ വാക്ക് കേട്ട് നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്ന ചില എനർജികളുടെ സിറ്റുവേഷൻസ് ഇതിനകത്തുണ്ട് കേട്ടോ. മറ്റാരുടെയൊക്കെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തതിൻ്റെ ഫലമായിട്ടാവാം
ചില കാര്യങ്ങളിൽ നിന്നും പുറത്ത് കടക്കേണ്ടി വരുന്നുണ്ട്. ഒരു പക്ഷേ അതൊരു ജഡ്ജ്മെൻറ്റിംഗ് ആണ്, ന്യായമാണ്. ചിലതൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതും നമ്മുടെ ലൈഫിൽ അതൊരു മാറ്റം ക്രിയേറ്റ് ചെയ്യാനാണെന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് പോകാൻ പാടില്ലാത്ത, നിങ്ങളുമായിട്ട് ചേരാൻ പാടില്ലാത്ത ചില എനർജികൾ നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും ഇറങ്ങിപ്പോകുന്നുണ്ട്, നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നുണ്ടെന്നുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതുപോലെ സ്ട്രെങ്ത് ആണ് കേട്ടോ വന്നിരിക്കുന്നത്, കോൺഫിഡൻസ് ആണ്, ധൈര്യമാണ്, മാനേജിങ് പവറാണ്, വിൽ പവർ എനർജിയിലേക്കാണ് നിങ്ങൾ മാറുന്നത്. എത്ര വലിയ പ്രതിസന്ധിയെയും ഇനി നിങ്ങൾക്ക് തരണം ചെയ്യാൻ വെറും നിസ്സാരമായിട്ട് സാധിക്കും. കാരണം ബെർഡൻ ചുമന്നിരുന്ന ആവശ്യമില്ലാത്ത എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിത്തന്നവരിൽ നിന്നുമാണ് നിങ്ങൾ പുറത്ത് കടക്കുന്നത്. നിങ്ങളെ ശത്രുവായിട്ട് കണ്ട് നിങ്ങളോടൊപ്പം നിന്ന വ്യക്തികളിൽ നിന്നും അങ്ങനെയുള്ള കുറേ ഭാരം നിങ്ങൾക്ക് ഇറക്കി വയ്ക്കാൻ സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സെലിബ്രേഷൻ, സന്തോഷമൊക്കെ നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുന്നു. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന പല എനർജികളും നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം മുതൽ വന്നു ചേരുന്നു. വിഷു നിങ്ങളെ നല്ലതുപോലെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും തിരിച്ചറിയാനും നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടാത്ത പല കാര്യങ്ങളെയും നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റാനും, അതുപോലെ തന്നെ ജീവിതത്തിൽ ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ വളരാൻ പോകുന്നത്. നിങ്ങളെ റിജക്റ്റ് ചെയ്ത പല സിറ്റുവേഷൻസുകളും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നു, നിങ്ങളെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ഒരു എനർജിയിലേക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കപ്പെടുന്നു. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്ഷൻ എടുക്കാമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്കും നിങ്ങളുടെ ജീവിതം മാറുന്നുണ്ട്. ഒരു മജീഷ്യൻ എനർജിയുടെ പവർ വന്നിട്ടുണ്ട്. സെൽഫ് കോൺഫിഡൻസ് ആണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസത്തോടു കൂടി, ആദ്യം നമുക്ക് നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് ബാലൻസ് എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് കണക്റ്റഡ് ആകുന്നത്. അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏഞ്ചൽസ് നോ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു ട്രാവലിംഗ് എനർജിയൊക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുകയാണെങ്കിലും അവിടെയെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധയോടുകൂടി നിൽക്കണം കേട്ടോ. ഒരു ഹീലിംഗ് ആവശ്യമുള്ള ദിവസമാണ്. ചില സിറ്റുവേഷൻസുകളിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ട സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ആഘോഷങ്ങളെല്ലാം പങ്കെടുക്കുന്ന നല്ലതാണ്. ആഘോഷങ്ങളെ ബേസ് ചെയ്തുള്ള ട്രാവലിംഗ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് കാണുന്നത് കേട്ടോ. ഇംപ്രൂവിങ് ഹെൽത്ത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളിലേക്ക് പണം വരണമെങ്കിൽ, സാമ്പത്തികം നിങ്ങളിലേക്ക് ഒഴുകി വരണമെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിരിക്കണം, നിങ്ങൾ പവർഫുള്ളുള്ള പേഴ്സൺ ആയിരിക്കണം. എത്രത്തോളം നിങ്ങൾ പവർഫുള്ളായ വ്യക്തികളാകുന്നോ അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ വെൽത്ത് എനർജി അട്രാക്റ്റഡ് ആയിരിക്കുമെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി മുന്നോട്ടേക്ക് നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത, ഇന്നു മുതൽ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് പണം അട്രാക്റ്റ് ചെയ്യേണ്ട സമയമാണ്. ഈ വർഷം 2026-27 വരെ നിങ്ങൾക്ക് പണം അട്രാക്റ്റ് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യണം കേട്ടോ. ശക്തമാകുന്ന മാനിഫെസ്റ്റേഷൻസുകൾ ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ മറ്റേ ചാനലിൽ ഓരോ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഇടുന്നുണ്ട്. ഞാനത് പറയാം കേട്ടോ. അതുപോലെ ടേക്ക് ആക്ഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചില ആക്ഷൻസുകൾ എടുക്കണമെന്നുള്ളത് നമുക്കിവിടെ കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കി നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങൾ ആക്ഷൻ എടുക്കുക എന്നാണ് കാണിച്ചു തരുന്നത്. ഹെൽപ്പ്ഫുൾ പീപ്പിൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. സഹായകരമാകുന്ന ആളുകൾ, അതായത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു ഗൈഡൻസ് വേണമെങ്കിൽ അത് അനുയോജ്യമായ, നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണം, അത് ഇന്ന വ്യക്തിയിൽ നിന്ന് ലഭിച്ചാൽ എനിക്ക് ഗുണകരമാണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് ആരോടും പറയാവുന്നതല്ല കേട്ടോ. നമ്മുടെ ലൈഫിലേക്കൊരു നല്ല ഗൈഡൻസ് അല്ലെങ്കിൽ നമ്മുടെ പെയിൻ എനർജികളൊന്നും നമ്മൾ അവിടെ ഇവിടെ ഒന്നും ചെന്ന് പറയാൻ പാടില്ല.
അത് നിങ്ങളുടെ മനസ്സാക്ഷി, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആരെയാണോ നിങ്ങൾക്ക് മുന്നിൽ അനുയോജ്യമായി ഫീലിങ്സിലൂടെ കാണിച്ചു തരുന്നത് അങ്ങനെയുള്ളവരോട് നിങ്ങൾ ഷെയർ ചെയ്യുക എന്നാണ് നമുക്ക് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മണി അഫർമേഷൻസ് മറക്കരുത്. മണി അഫർമേഷൻസ് എല്ലാ ദിവസവും പറയുക. അതുപോലെ തന്നെ വരാഹി മന്ത്രം ചെയ്യുക. റൈറ്റ് ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഒരുപാട് പേർക്ക് മാറ്റമുണ്ട് കേട്ടോ റൈറ്റ് ഹീലിംഗ് ചെയ്തിട്ട്. അവർ പറയുന്നത് അത്ഭുതമാണ്, ഇങ്ങനെയുള്ളൊരു സംഭവം ഇതിനു മുമ്പ് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, ഇല്ലെങ്കിൽ ഇത്രയും നാളുകൊണ്ട് നമുക്കിതിനെ മാറ്റിയെടുക്കായിരുന്നു എന്നാണ് അവർ പറയുന്നത്. റൈറ്റ് ഹീലിംഗ് ചെയ്യുക. അഫർമേഷൻസ് എഴുതുക. മക്കളെ, നിങ്ങൾ അഫർമേഷൻസ് എഴുതുമ്പം അത് സൂക്ഷിച്ച് വെച്ചോളുക. നിങ്ങളത് ഒരു പ്രാവശ്യം എഴുതിയിട്ട് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിലും അത് അക്ഷരങ്ങളുടെ ഒരു എനർജി അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും കേട്ടോ. അതിൻ്റെ ഫലം നിങ്ങളിലേക്ക് സാവധാനം വന്നു ചേരും. നിങ്ങളിനിയിപ്പം എഴുതിയിട്ടത് മറന്നു പോയാലും ഡിവൈൻ അത് മറക്കില്ല. ആ ഒരു എനർജി ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ.